ദാരിദ്ര്യം മുഴുവൻ സിനിമ മാറ്റിയോ? തീർച്ചയായിട്ടും. സമ്പന്നനാണോ? എന്തോ തർക്കേടില്ലാത്ത സമ്പന്നൻ. നാടകം എങ്ങനെ ഉണ്ടായിരുന്നു ഒരാളോട് ചോദിച്ചേ. നാരായണ ഇന്നലത്തെ നാടകം എങ്ങനെ ഉണ്ടായിരുന്നു? നാടകം തർക്കേടില്ല, വലിയ ഗുണവുമില്ല എന്ന്. അപ്പോൾ സാമ്പത്തികമായിട്ട് കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ താങ്കൾ സിനിമയിൽ നിന്ന് താങ്കൾക്ക് കിട്ടിയതിനെല്ലാം തൃപ്തനാണ്? ഞാൻ തൃപ്തനാണ്, തീർച്ചയായിട്ടും. ഇതുവരെ ജീവിച്ചതിന് തൃപ്തനല്ലേ. ഇത്ര ആൾക്കാർ കൂടെ അഭിനയിക്കാനും ഇത്ര കാലം വരെ ജീവിക്കാനും സാധിച്ചാലും ഞാൻ തൃപ്തനാണ്. പക്ഷേ നാടകവുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് താങ്കളെ നാടകത്തിൽ നിന്ന് അങ്ങോട്ട് പറിച്ചു മാറ്റാൻ അവർക്ക് ആഗ്രഹമില്ല. ഇപ്പോഴും ശ്രീ മാള അരവിന്ദ് എന്ന് പറഞ്ഞാൽ ആദ്യം അവർ പറയുന്നത് ഞങ്ങളുടെ ആളാണെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും. സിനിമക്കാരിലിപ്പോൾ വേണമെങ്കിൽ അങ്ങനെ പറയാൻ വേണമെങ്കിൽ മടിച്ചാൽ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ എനിക്ക് ചെറിയ ഉടക്കൊക്കെ ഉണ്ടായിരുന്നു ആദ്യം. എന്നാരും പഠിപ്പിക്കരുത്. ഉടക്കൊന്നുമില്ല, ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ മാത്രം. ഉടക്ക് മാളച്ചേട്ടൻ പുത്രിയല്ലല്ലോ. ഇല്ല, അല്ല, എനിക്ക് ഉടക്ക് പ്രശ്നമല്ല. കാരണം വെച്ചാൽ ഞാൻ എന്നേക്കാൾ വലിയവരാണ് മറ്റുള്ളവർ എന്ന് ഞാൻ ധരിച്ചാൽ പിന്നെ ഞാൻ അവിടെ നിന്ന് ഉടക്കാനാ. എല്ലാവരും ഞാൻ ഇതിന് മുന്നിലേ കാണുള്ളൂ. പക്ഷെ ഉടക്കാറുണ്ടല്ലോ നന്നായിട്ട്. എവിടെ നിന്ന്? ഒറ്റ പ്രാവശ്യം മാത്രമേ ഉടക്കിയിട്ടുള്ളൂ. അത്രേ ഉള്ളൂ? അത്ര പ്രാവശ്യമായിട്ട് ഉടക്കിയുള്ളൂ. വേറെ ആരായിട്ട് ഉടക്ക്? ഉടക്കെന്ന് വെച്ചാൽ ഞാൻ അഡ്വാൻസ് വാങ്ങിച്ചു. അതിവിടെ പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. വിനയൻ്റെ പടത്തിന് അഡ്വാൻസ് വാങ്ങിച്ചു. എന്നെ വിനയൻ്റെ പടത്തിൽ അഭിനയിക്കേണ്ട എന്ന് അവർ പറഞ്ഞു. അമ്മ എന്ന് പറഞ്ഞ സംഘടന പറഞ്ഞു. ഞാൻ പറഞ്ഞു അഡ്വാൻസ് വാങ്ങിച്ചു പോയി, തിരിച്ചു കൊടുക്കുന്നത് ശരിയല്ല. അല്ല, ഇവിടെ പലരും തിരിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. അവരുടെ അച്ഛനല്ലോ എൻ്റെ അച്ഛൻ. എനിക്ക് വാക്ക് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അഭിനയിക്കും. കാലൊടിഞ്ഞാലും ഞാൻ അഭിനയിക്കും. ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യും ഞാൻ. വീരപ്പൻ അങ്ങനെ ചെയ്തിരുന്നത് ഒരു കാലിൽ. പക്ഷി മൃഗാദികളൊക്കെ നിശ്ചലമാകും. അപ്പോൾ അമ്മ എന്ത് പറഞ്ഞു? അമ്മ പറഞ്ഞു വെച്ചാൽ അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം വിലക്കി. കുറച്ച് 3-4 പടം പോയി എൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ജീവിക്കാനുള്ള മാർഗ്ഗമില്ല, അതുകൊണ്ട് വേറെ മാർഗ്ഗമില്ല. അതുകൊണ്ട് ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെ പറയുള്ളൂ. ഇവിടെയുള്ള സർവ്വ നടീനടന്മാരെയും സർവ്വ കലാകാരന്മാരും സംഗീത കലാകാരന്മാരൊക്കെ പാടി പുകഴ്ത്തി നടക്കുന്ന പുത്തൂരം വീടാകുന്ന അമ്മയുടെ അമ്മ എന്ന സംഘടനയുടെ അവിടെ പാടി പുകഴ്ത്തി നടക്കുന്ന പണനാരാണ് ഞാൻ. എല്ലാവരും ഇവർ നല്ലതേ പറയുള്ളൂ. ഒരക്ഷരം ഒരാളെ പറ്റി പറഞ്ഞിട്ടില്ല, ഒരു വേണ്ടാത്ത പറഞ്ഞിട്ടില്ല ഞാൻ. അപ്പം എനിക്കെന്തിനും പേടിക്കും? എനിക്ക് ദൈവത്തിനെ മാത്രമല്ല പേടിക്കുള്ളൂ. ഈ പാണനാരനെ പോലും അവർ വിലക്കിയിട്ട് ഞാൻ പറഞ്ഞെന്താ അറിയാമോ? നാടകമില്ലെങ്കിൽ അല്ല, സിനിമയില്ലെങ്കിൽ ഞാൻ നാടകത്തിൽ അഭിനയിക്കും. അല്ല, സിനിമയില്ലെങ്കിൽ ഞാൻ സീരിയലിൽ അഭിനയിക്കും. സീരിയലിൽ നിന്ന് വിലക്കി കഴിഞ്ഞാൽ ഞാൻ നാടകത്തിൽ അഭിനയിക്കും. നാടകത്തിൽ നിന്ന് വിലക്കി കഴിഞ്ഞാൽ ഞാൻ തബല വായിക്കും. ഇനി ഇത് 4ൽ നിന്ന് ഔട്ടായി കഴിഞ്ഞാൽ ഞാൻ നേരെ എൻ്റെ ഭാര്യയുടെ പഴയ സാരിയുണ്ട്, അത് കൂട്ടിക്കെട്ടി തെരുവ് നാടകം നടത്തുന്നു ഞാൻ പറഞ്ഞു. അങ്ങനെ ചങ്കൂറ്റുകൊണ്ടിരിക്കുക കാര്യം. ആരെങ്കിലും വിലക്കുമോ? ഈ പ്രായത്തിനൊന്നും മാളച്ചേട്ടൻ്റെ മനസ്സിലെ നിശ്ചയദാർഢ്യത്തെ തളർത്താൻ പറ്റിയിട്ടില്ല. ഇല്ല. ശാരീരികമായിട്ടുള്ള ചെറിയ അസ്വാസ്ഥ്യങ്ങളുണ്ടെങ്കിലും മനസ്സിൻ്റെ ആ ഒരു സ്ഥൈര്യത്തിനൊരു മാറ്റമില്ല. ഇല്ല.